ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഹ്യൂജ് ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഓർഗനൈസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം 56 പ്രൊഡക്ട്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ ബാക്ക് സൈഡിൽ വെച്ചിട്ടുള്ള റാക്സ് എവിടെ നിന്നാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു കോർണർ സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ പൊതുവേ ഈ കൗണ്ടർ ടോപ്പിൽ കോർണറിൽ വെക്കുന്ന സ്റ്റാൻഡാണ്. ഇത് നമുക്ക് പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന റാക്കായിട്ടും ഉപയോഗിക്കാം, ക്രോക്കറി ഷെൽഫിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്പാച്ചുല സെറ്റും പിന്നെ 2 സെറാമിക് ജാറും ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ജാറിലും ഞാൻ പുളിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് 1 ഇയർ ആയി വാങ്ങിച്ചിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ തന്നെ 3 ടയറായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റാൻഡ് കാണിക്കുന്നത് ഈ ഒരു 2 ടയർ സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതും ഞാൻ ഓൾമോസ്റ്റ് 1 ഇയർ ആയി വാങ്ങിച്ചിട്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതും ഈ ഒരു കോർണറിൽ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ എല്ലാ ഓയിൽ ബോട്ടിൽസുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ആമസോണിൽ ഇപ്പോൾ 475 റുപ്പീസാണ് കേട്ടോ. ഇതിനേക്കാളും റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ് കേട്ടോ. മറ്റേ കോർണർ സ്റ്റാൻഡിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയതാണ്. അതിൻ്റെ റേറ്റ് 299 റുപ്പീസാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഓർഗനൈസർ ഈ ഒരു വുഡൻ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 784 റുപ്പീസാണ് കേട്ടോ. നമ്മുടെ കിച്ചൺ ഇൻറ്റീരിയർ മൊത്തം വൈറ്റ് ആൻഡ് വുഡനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാൻഡും റാക്കും എല്ലാം വൈറ്റും വുഡനും തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു റാക്ക് നമുക്ക് വോളിൽ ഹാങ് ചെയ്യാനും പറ്റും. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ഓർഗനൈസർ, ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു കേവ് അല്ലാതെ റെക്റ്റാങ്കുലർ ടൈപ്പ് ഉള്ളത് മീഷോയിൽ അവൈലബിൾ ആണ്. ഇത് ഫ്ലിപ്കാർട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ലെയറായിട്ട് വെക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ കൊള്ളും. പിന്നെ കാണാനും നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് സ്പാച്ചുലാസോ അങ്ങനെ എന്തെങ്കിലും ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 452 റുപ്പീസാണ്. ഇതിൻ്റെ സിമിലർ മോഡൽ മീഷോയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലോട്ടിംഗ് ഷെൽഫാണ്. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഞാനത് ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഹാങ്ങിങ് പ്ലാന്റ് വെക്കാനായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 148 റുപ്പീസാണ് കേട്ടോ. ഇത് നമുക്ക് ബാത്റൂമിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡാണ്. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഡിമാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് 219 റുപ്പീസായിരുന്നു. പക്ഷേ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മീഷോയിൽ അവൈലബിൾ ആണ്. അതിന് 158 റുപ്പീസൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം.
ഇനി ഇത് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചൊരു ട്രേ ആണ്. അപ്പോൾ ഞാൻ മിക്സിയും അതിൻ്റെ ജാറൊക്കെ ഈ ഒരു ട്രേയിലാണ് എപ്പോഴും വെക്കാറ്. നല്ല ക്വാളിറ്റി ഉള്ള ട്രേ ആണ് കേട്ടോ. ഇതിനൊരു 145 അങ്ങനെയൊക്കെ ഉള്ളൂ റേറ്റ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇതുപോലെ പ്ലേറ്റ് സ്റ്റാൻഡും വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇതുപോലത്തെ 4 എണ്ണമൊക്കെ മേടിച്ചത് ക്രോക്കറി ഷെൽഫിൽ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ്. അപ്പോൾ ഈ ഹോൾഡറും എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കുറച്ച് പേർക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ കുറച്ച് ഇളകി പോയിട്ടുണ്ട്. ഇത് കുട്ടികളെടുത്ത് കളിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ പെയിൻറ്റ് ഇളകി പോയത്. ഇത് അവർ വലിച്ചെറിയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിവായിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് എപ്പോഴും വെക്കാറ്. ഇതിൻ്റെ പ്രൈസ് 299 399 ആണ്. എനിക്കത് അത്രയ്ക്ക് ഓർമ്മയില്ല. 1 ഇയർ മുന്നേ വാങ്ങിച്ചതാണ്. ഓൺലൈനിലല്ല, ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് റേറ്റ് മറന്നുപോയത് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ വുഡൻ ഓർഗനൈസേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതേ സിമിലർ ആയിട്ടുള്ളത് മീഷോയിലും അവൈലബിൾ ആണ്. 2 എണ്ണം വരുന്ന സെറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ ഇത് നമുക്ക് ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ കാൻഡിൽ ഹോൾഡേഴ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4 എണ്ണം വരുന്ന സെറ്റാണ് വാങ്ങിച്ചത്. ഇത് 2 എണ്ണമുള്ള സെറ്റും അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 331 രൂപയാണ് കേട്ടോ. 331 റുപ്പീസാണ് 2 എണ്ണത്തിന്. ഞാനിത് മുന്നേ ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലുക്കൊന്ന് വേറെ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഈ ലുക്ക് മാറ്റണം തോന്നിയാൽ ചിലപ്പോൾ ഇത് തന്നെ വീണ്ടും വയ്ക്കും. അപ്പോൾ ഇപ്പുറത്തെ ഒരു കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ സ്പൈസ് ബോട്ടിലും ഒരു സെറാമിക് ജാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിംഗിൾ ബോക്സാണ്, വലിയ ബോക്സാണ്. ഇതിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡും വരുന്നുണ്ട്. നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഹാൻഡിലും വരുന്നുണ്ട്. നമുക്ക് ഇതിൽ എപ്പോഴും എടുക്കുന്ന കറി ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, ജിഞ്ചർ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനായിട്ടും പിന്നെ കുക്കുംബർ, ചേന അതുപോലുള്ള വലിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 267 റുപ്പീസാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ ആണ്. ഇതും ഞാൻ ഓയിൽ ബോട്ടിൽസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലായിരുന്നു ഞാൻ കുറച്ച് ദിവസം ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോറടിച്ചപ്പോൾ അത് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 69 റുപ്പീസാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിലൊന്നും ഇത്രയ്ക്ക് പ്രൈസ് കുറവായിട്ട് കിട്ടില്ല. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു ടൈപ്പ് ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ ഒരുപാടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ മിക്ക വെജിറ്റബിൾസും ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ബീൻസ്, അവര, ചില്ലി അങ്ങനെയുള്ളതെല്ലാം, കൊറിയാൻഡർ ലീവ്സ് അതൊക്കെ നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ കൊറിയാൻഡർ ലീവ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്, ടിഷ്യൂ ഒക്കെ വെച്ചിട്ട്.
ഇതിൻ്റെ പ്രൈസ് 373 റുപ്പീസാണ് കേട്ടോ, 8 എണ്ണത്തിന്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിനേക്കാളും റേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു കൊലാൻഡറാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. എത്രയാ, 120 അത്രയൊക്കെ ഉള്ളൂ. 120 140 അങ്ങനെ 149 അങ്ങനെ എന്തോ ആണ് പ്രൈസ്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴുകാനായിട്ട്, സിങ്കിൽ വെച്ച് കഴുകാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ മഗ്ഗൊക്കെ കഴുകിയിട്ട് നമുക്ക് സിങ്കിൽ തന്നെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, അതിനും നല്ല യൂസ്ഫുള്ളാണ്. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു 3 ബോക്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചില്ലി, കറി ലീവ്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3 എണ്ണത്തിനും കൂടെ 150 റുപ്പീസ് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ ഇതുപോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള 3 എണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മോൻ്റെ ക്രയോൺസും സ്കെച്ചും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഇത് നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതും ഞാൻ ഐക്കിയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു എഗ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ലിഡും വരുന്നുണ്ട്. നമുക്ക് 12 എഗ്സ് കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ട്രേ ആണ് ഇത്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ലിഡ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറെ സാധനങ്ങളെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഫുൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് 230 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു ബട്ടർ ബോക്സ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ് വാങ്ങിച്ചത്. ഇനി അടുത്തത് ഈ ഒരു പ്ലാസ്റ്റിക് 3 ടയർ ഓർഗനൈസറാണ്. ഇത് കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ല, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ഫിനിഷിംഗ് ആണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു വിട്ട് കുറഞ്ഞ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു സ്പൈസ് ബോട്ടിൽസൊക്കെ ഇതിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് കൗണ്ടർ ടോപ്പിലും വെക്കാം, അല്ലെങ്കിൽ ക്യാബിനറ്റിലും വെക്കാം. ഞാനിപ്പോൾ ഇത് ക്യാബിനറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 420 റുപ്പീസാണ്. ഇത് മുന്നേ അവൈലബിൾ ആയിരുന്നില്ല, ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 500 and something ഉണ്ട്. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഞാനിത് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി കാണിക്കുന്നത് ഈ ഒരു ഡെക്കർ പർപ്പസിന് യൂസ് ചെയ്യുന്ന 2 ട്രേസാണ്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ സെറാമിക് ആണെന്ന് തോന്നുമെങ്കിലും ഇത് വുഡൻ ആണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ അകത്ത് ഇനാമൽ കോട്ടിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടോ, അടിയിൽ MDF വുഡാണുള്ളത്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 550 റുപ്പീസാണ് കേട്ടോ. ഞാനിത് ഡെക്കോർ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ ടിഷ്യൂ ഹോൾഡറും ക്യാൻഡിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ 2 ടിഷ്യൂ ഹോൾഡേഴ്സാണ്. ഇത് രണ്ടും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒന്ന് റോൾ ടൈപ്പ് വെക്കാനായിട്ടും രണ്ടാമത്തത് സാധാരണ ടിഷ്യൂ വെക്കാനായിട്ടും. രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ്സാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 178 ഒരെണ്ണത്തിന് 193 ആണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് നമുക്കിങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. നമുക്ക്
ഇപ്പോൾ സോസിൻ്റെ സാഷറ്റ്സ് അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രൈസ് 219 റുപ്പീസാണ് 4 ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരെണ്ണത്തിന് 49 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇനി അടുത്തത് കാണിക്കുന്നത് ഫ്രൂട്ട് ബൗൾസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഗോൾഡൻ കളർ വാങ്ങിച്ചത് മീഷോന്നും ഗ്രീൻ കളർ വാങ്ങിച്ചത് ഡിമാർട്ടിൽ നിന്നുമാണ്. ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ പ്രൈസ് 149 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഫ്രൂട്ട് ബൗളിൻ്റെ റേറ്റ് 250 അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരുപാട് ഫ്രൂട്ട്സും കൊള്ളും. അപ്പോൾ ഞാൻ ഇത് രണ്ടിലുമാണ് ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ ആണ്. അപ്പോൾ ഇത് ഞാൻ 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഒരെണ്ണത്തിന് 99 റുപ്പീസാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതിൻ്റെ സിമിലർ മോഡലിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഞാൻ കുറേ സ്ഥലത്തായിട്ട് ഓരോരോ സാധനങ്ങൾ വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് എസെൻഷ്യൽസ് വെക്കാനായിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെൽറ്റ്, പേഴ്സ് അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ഞാൻ അലമാരയിലൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 69 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ടൂൾസൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം വാങ്ങിച്ച് നമുക്ക് ഷെൽഫിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. റേറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ടൂൾസൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ക്ലിപ്സ്, ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സ്, പിന്നെ വിസ്ക്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ഓർഗനൈസറാണ്. ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് 99 റുപ്പീസാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാറ്റേണും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് ഞാൻ വാങ്ങിച്ചത് ക്രീമും അങ്ങനത്തെ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഇങ്ങനെ ഓയിൽ ബോട്ടിൽസും അല്ലെങ്കിൽ ടീ ഷുഗർ കണ്ടെയ്നേഴ്സൊക്കെ വെക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. 99 റുപ്പീസേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹാൻഡിലൊക്കെ ആ ഗോൾഡൻ കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇനി ഈ ഒരു ഓർഗനൈസറും ഞാൻ വാങ്ങിച്ചത് ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിമിലർ മോഡൽസ് ഞാൻ മീഷോയിലുള്ളത് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ഡ്രോയേഴ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. 299 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിനേക്കാളും ലോ പ്രൈസിൽ നമുക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിത് 2 ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം ക്ലീനിങ് എസെൻഷ്യൽസൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇത് 6 വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ സോക്സ്, അണ്ടർവെയർസ്, പിന്നെ ക്ലോത്ത് ക്ലിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് 5 പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കിച്ചണിലാണെങ്കിൽ കിച്ചൺ ക്ലോത്തൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 327 രൂപയാണ് 5 കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഐക്കിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ട്രേ ആണ്. ഇത് സക്ഷനിലാണ് നിൽക്കുന്നത്.
സിങ്ക് ഏരിയ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു മസാല ബോക്സാണ്. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇതുപോലെ 7 കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്, കൂടെ തന്നെ ഒരു സ്പൂണും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 734 റുപ്പീസാണ് കേട്ടോ. മസാല പൗഡേഴ്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഇതുപോലെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മസാല പൗഡേഴ്സാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഇട്ട് വെച്ച കണ്ടെയ്നറിൻ്റെ കറ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്പാച്ചുല ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഇതുപോലെ നല്ല ഹൈറ്റുള്ള ഒരു ഹോൾഡർ വാങ്ങിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ വലിയ സ്പാച്ചുലാസൊക്കെ വെക്കാനായിട്ട് എൻ്റെ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇത് 403 റുപ്പീസിനാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് മെറ്റലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് 99 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്, യെല്ലോ, ലൈറ്റ് ബ്ലൂ ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു സ്പൂൺ ഫോർക്കൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അപ്പോൾ ഇതെല്ലാം വുഡാണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് മെറ്റലാണ് കേട്ടോ. അകത്ത് അത്ര വലിയ ഫിനിഷിംഗ് ഇല്ല, പക്ഷെ പുറത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നിൽ ഫോർക്കും ഒന്നിൽ സ്പൂണും ഒന്നിൽ സ്റ്റീൽ സ്ട്രോയുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഫ്രിഡ്ജ് ട്രേ ആണ്. അപ്പോൾ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് നമ്മുടെ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഡിമാർട്ടിൽ 69 റുപ്പീസാണ് കേട്ടോ ഒരു ട്രേക്ക്. ഇത് ഫ്രിഡ്ജ് ട്രേ ആണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് വാനിറ്റി ഓർഗനൈസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് റഫായിട്ടാണ് കേട്ടോ ഉള്ളത്, ബാക്കി എല്ലാവരുടെയും നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ അവിടെ. ഞാൻ ഇതുപോലത്തെ 3 ട്രേ ആണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കിച്ചണിൽ ഓയിൽ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് കുട്ടികളുടെ ക്രീമും അങ്ങനെ മരുന്നുകളും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കബേർഡിനകത്ത് ഇത് 3 കറക്റ്റ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഡ്രോയർ ഓർഗനൈസറാണ്. അപ്പോൾ ഇതിനകത്ത് 7 പീസാണ് വരുന്നത്. സൈസ് എല്ലാം സെയിം അല്ല, ചിലത് ഒരു ടൈപ്പ് ഉണ്ട്, ചിലത് വേറെയാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നത് 359 റുപ്പീസാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ സ്കെച്ചും ക്രയോൺസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇതിനകത്ത് 4 കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. ഇത് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ സ്കെച്ചും പെൻസിലും അങ്ങനെയുള്ളത് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെക്കാം, ബ്രഷസ് വെക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 167 റുപ്പീസാണ് കേട്ടോ. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ.
ഞാനിതിനകത്ത് പെട്ടെന്ന് എടുക്കേണ്ട മരുന്നുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ വാനിറ്റി ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇതിനകത്ത് 4 പീസാണ് കേട്ടോ വരുന്നത്. 2 എണ്ണം 3 എണ്ണം വരുന്ന സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ 4 കളേഴ്സിലാണ് വരുന്നത്. ഓരോന്നിലും 5 കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സും ഹെയർ ക്ലിപ്സ് അതുപോലെ തന്നെ സേഫ്റ്റി പിൻ ഇതുപോലുള്ളതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ സോക്സ്, അണ്ടർവെയർസ് അങ്ങനെയുള്ളതെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 197 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. പിന്നെ ഇതുപോലെ ഇങ്ങനെ മുകളിലായിട്ട് അടുക്കി വെക്കാനും പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സോക്സാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ സെറ്റാണ് കേട്ടോ. ഇതും മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് 2 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ്. ഇതുപോലെ 2 സൈഡിലും ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റബിൾ ട്രേ ആണ്. നമുക്ക് എത്ര കമ്പാർട്ട്മെൻറ്റ് വേണോ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 3 കമ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും, 2 എണ്ണം വേണമെങ്കിൽ അങ്ങനെയും, 1 എണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെയും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 278 റുപ്പീസാണ് കേട്ടോ ഈ 2 ട്രേക്ക്. ഇത് നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാം. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ പ്രൈസാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. 129 റുപ്പീസാണ് കേട്ടോ ഈ ഒരു ട്രേക്ക്. ഇതിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള ആ ഗോൾഡൻ കളറാണെങ്കിലും നല്ല പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് ബലമുള്ള പ്ലാസ്റ്റിക് അല്ല ഇത്. നമുക്കിതുപോലെ സ്പാച്ചുല ഹോൾഡറും അല്ലെങ്കിൽ ഒരു വെയ്സും ഒക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ തന്നെ ചെറുതായിട്ടുള്ള ഈ ഒരു ട്രേസും ഞാൻ ഡിമാർട്ടിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച 2 ട്രേ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണത്തിൽ മോളുടെ ഹെയർ ബാൻഡൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മളുടെ വാനിറ്റി ഈ കുറച്ച് ഓർഗനൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര നീറ്റായിട്ടാണ് എപ്പോഴും ഇരിക്കാറ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു മെറ്റൽ ഓർഗനൈസറാണ്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആയിരുന്നു. ഞാൻ ഗോൾഡൻ ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഡെക്കർ പർപ്പസിനായിട്ട് ഇതുപോലെയൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 449 റുപ്പീസാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് സ്റ്റഡി ടേബിളിൽ വെക്കാനായിട്ടും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ജൂട്ട് ബാസ്ക്കറ്റിൻ്റെ ഒരു സെറ്റാണ്. ഇതിനകത്ത് 3 ബാസ്ക്കറ്റാണ് വരുന്നത്. 3ഉം വേറെ വേറെ സൈസിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 എണ്ണത്തിന് 285 രൂപയാണ്. സൈഡിൽ ഇതുപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ പോലെ. ഞാനിത് ഇതുപോലെ മെഡിസിൻ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ 3 ബാസ്ക്കറ്റ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 687 റുപ്പീസാണ്. മെറ്റീരിയൽ ബാംബു ആണ് കേട്ടോ. ഈ വലിയ ബാസ്ക്കറ്റ് ഞാൻ ഫ്രൂട്ട്സ് ഇടാനാണ് ഉപയോഗിക്കാറ്. ബാക്കി 2 എണ്ണം ഞാൻ ഇതുപോലെ
ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു മഗ് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. 148 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിനകത്ത് നമുക്ക് 12 മഗ്സ് അറ്റ് എ ടൈം ഹാങ് ചെയ്യാൻ പറ്റും. ഭയങ്കര സ്റ്റേബിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 12 കപ്സും ഹാങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ എനിക്ക് ക്രോക്കറി ഷെൽഫിൽ മഗ്സ് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറേ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ക്ലോത്ത് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് ഞാൻ 5 വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള 5 സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ എല്ലാ ക്ലോത്ത്സും ഇതിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ വെച്ച് കഴിയുമ്പോൾ എനിക്ക് കൂടെ കബോർഡ് വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്കതിനകത്ത് എന്താ വെച്ചിട്ടുള്ളതെന്നും ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇത് 5 വരുന്ന പ്രൈസ് 428 റുപ്പീസാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സും എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മോൻ്റെ ജീൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി വെക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലും ജീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി. ഇതിൽ മാത്രം നമുക്ക് തിരഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കുട്ടികളുടെ ഡ്രസ്സെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കബോർഡ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിലും ഇതേ ഓർഗനൈസേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ 2 സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതേ ഐറ്റംസ് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് അസംബിൾ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഇത് ഞാൻ മെയിൻലി വാങ്ങിച്ചത് ക്രോക്കറി ഷെൽഫിൽ ക്രോക്കറി ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പേസിൽ കുറച്ചധികം സാധനങ്ങൾ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പ്ലേറ്റ്സോ മഗ്ഗോ കാര്യങ്ങളോ അതൊക്കെ ഇതുപോലെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ജീൻസ് ഓർഗനൈസറാണ്. ഇത് ഞാൻ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ സെയിം പ്രോഡക്റ്റ് ഇപ്പോൾ എനിക്ക് കാണുന്നില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 199 റുപ്പീസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് 227 ആണ് കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു സാരി ബാഗാണ്. അപ്പോൾ ഇത് 6 വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല റീസണബിൾ പ്രൈസിലാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. 6 പീസ് 193 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത കുറേ ഡ്രസ്സുകൾ ഞാൻ ഇതുപോലെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പൊടിയും കാര്യങ്ങളൊന്നും ആവില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അകത്ത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു ലേസി സൂസനാണ്. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസും ഭയങ്കര അഫോർഡബിളാണ്. 158 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിൽ മസാല ബോക്സസൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു യൂട്ടൻസിൽ ഹോൾഡറാണ്. ഇതുപോലുള്ളൊരു വലിയ യൂട്ടൻസിൽ ഹോൾഡർ എല്ലാ വീടുകളിലും ആവശ്യമായിരിക്കും.
അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ നമുക്ക് സ്പൂൺ വെക്കാനുള്ള ഒരു ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ ഡ്രെയിനറും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 958 റുപ്പീസാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പോട്ട് ഹോൾഡറാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് പോട്ട്സും പാൻസൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 120 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 4 വരുന്നൊരു സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരെണ്ണം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ പിക്കിൾഡ് ബോട്ടിൽ, ജാം ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരെണ്ണം ഞാൻ ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മഗ്സൊക്കെ കഴുകിയതൊക്കെ ഇതിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ബോക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് എല്ലാ ജ്വല്ലറിയും ഇതിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റിങ് വെക്കാനായിട്ടും കമ്മൽ വെക്കാനായിട്ടും വള പിന്നെ മാല വെക്കാനായിട്ടൊക്കെ സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ സിസ്റ്ററിൻലോ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കമ്മൽ വെക്കാനുള്ള സ്പേസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ താഴത്തായിട്ട് വള വെക്കാനുള്ളൊരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി വിയേഴ്സൊക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് നമുക്ക് പിക്കിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ചില്ലി പൗഡർ, ടെർമറിക്, സോൾട്ട് ഇതെല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും വീണ്ടും വീണ്ടും ലിങ്ക് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാംബു ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഡ് വരുന്നതും ബാംബു ആണ്. ബാക്കിയെല്ലാം സെറാമിക് ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 499 റുപ്പീസാണ്. പക്ഷേ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിന് 399 റുപ്പീസേ ഉള്ളൂ. സ്പൂൺ, ഫോർക്ക്, നൈഫ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു നട്ട്സ് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. കാണാനും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 182 റുപ്പീസാണ് കേട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലൊക്കെ ആയിട്ട് വെക്കാം. അത്രയ്ക്ക് എയർടൈറ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്ന നട്ട്സ് മാത്രം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ ആയിട്ട് വെക്കാം. ഫുൾ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു നട്ട്സ് ബോക്സ് ആണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് ന്യൂ ഇയറിന് നട്ട്സ് ഇട്ട് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിതും ഇപ്പോൾ നട്ട്സ് ഇടാനായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം പ്രോഡക്റ്റ് നമ്മൾ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നമുക്ക് 4 കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് 4 നമുക്ക് എടുക്കാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. 138 റുപ്പീസാണ് ഈ ഒരു ബോക്സിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗനൈസേഴ്സ്. നമ്മുടെ വീട് നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കുറച്ച് ഓർഗനൈസേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.